ഇടങ്ങളും ചേർത്ത് പിടിച്ച മനുഷ്യരും കുറെ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പ് അർത്ഥപൂർണമായിരുന്നു എന്ന്. അതെ, കഴിഞ്ഞ 30 വർഷക്കാലം ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിറങ്ങിയ കുട്ടികളെയും വളരെയധികം മെച്ചപ്പെടുത്താൻ സാറിന് വളരെയധികം സാധിച്ചിരുന്നു. ഒരു ഈസി ലൈഫല്ല, ഗ്രേറ്റ് ലൈഫ് നയിക്കാനാണ് സാർ എന്നും ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. ഏജ് ഈസ് എ മാറ്റർ ഓഫ് മൈൻഡ്, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ എന്നാണല്ലോ പറയാറ്. റിട്ടയർമെന്റ് ലൈഫ് സാറിന് പുതിയ പുതിയ വാതായനങ്ങൾ ഇനിയും തുറക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ത്തോളം എനിക്ക് വളരെ എൻ്റെ കരിയറിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോട്ടിവേഷണൽ ആയിട്ടുള്ള എനിക്ക് മോട്ടിവേഷൻ തന്ന ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഓർക്കാം. ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത വർഷം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും സീനിയർ ഫാക്കൽറ്റീസിൽ ഒരാളായ ഡോക്ടർ സ്റ്റീഫൻ മാത്യൂസ് ഇവിടെ നടക്കുന്ന CA ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ അക്കൗണ്ടൻസി പഠിപ്പിക്കുന്നതിനുള്ള അവസരം എനിക്ക് തന്നു. ഇവിടെ അക്കൗണ്ടൻസി പഠിപ്പിക്കുന്ന ധാരാളം അധ്യാപകരുണ്ടായിരുന്നു, വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ ആദ്യമായി വന്ന എന്നെ തന്നെ നേരിട്ട് CA ഫൗണ്ടേഷനിലെ ഏറ്റവും കടുപ്പമുള്ള വിദ്യാർത്ഥികളെ ജയിക്കുമോ തോക്കുമോ എന്ന് നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പേപ്പർ തന്നെ എന്നെ ഏൽപ്പിച്ചു. അത് വലിയ ഒരു ഉത്തരവാദിത്തമായി ഞാൻ കാണുകയും അതിൽ പഠിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തു. അത് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ആ ക്ലാസ്സിൽ ചെല്ലുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുക, വളരെയധികം അംബീഷ്യസ് ആയിട്ടുള്ള ഇന്ന് ആ വിദ്യാർത്ഥികളെ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളിലെയും ഫിനാൻസുമായി ബന്ധപ്പെട്ട ലീഡിംഗ് പൊസിഷൻസിലിരിക്കുന്ന വിദ്യാർത്ഥികൾ അന്ന് ആ ക്ലാസ്സിലുണ്ടായിരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിനുള്ളിൽ ഇരുന്ന ആളുകളുടെ ഒരു പേര് ഞാനൊന്ന് ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ, ദുബായ് പോർട്ട് വേൾഡിൻ്റെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ചീഫ്, അതുപോലെ തന്നെ ദുബായ് ഇൻ്റർനാഷണൽ ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻറ്റ്, അതുപോലെ മെഴ്സ്ക് ലൈനേഴ്സിൻ്റെ പഴയ ഫിനാൻസ് കൺട്രോളർ, ഇങ്ങനെയുള്ള വളരെ പ്രഗത്ഭരായ ആളുകൾ അവരുടെ ചെറുപ്പത്തിലിരുന്ന ക്ലാസ്സിലേക്കാണ് എന്നെ അക്കൗണ്ടൻസി പഠിപ്പിക്കാനായിട്ട് വിട്ടത്. അതിൽ പലരും ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞ് വന്ന വിദ്യാർത്ഥികളായിരുന്നു. വളരെ സൗണ്ടായിട്ടുള്ള മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടുള്ള വിദ്യാർത്ഥികൾ അവരെ അക്കൗണ്ടൻസിയിലേക്ക് തിരിച്ചുവിടുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്, അതേസമയം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യവുമായിരുന്നു. അങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അതോടുകൂടി ആ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി ആ ക്ലാസ് പൂർത്തീകരിച്ച സമയത്ത് തന്നെ ആ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ തന്നെ നിർബന്ധിച്ച് CA ഇൻ്റർമീഡിയറ്റിൻ്റെ ഒരു കോച്ചിങ് ക്ലാസ് തുടങ്ങണം എന്ന് പറയുകയും അതിനനുസരിച്ച് ഞാൻ ചങ്ങനാശ്ശേരിയിലെ CA ഇൻ്റർമീഡിയറ്റിന് വേണ്ടി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കോച്ചിങ് ക്ലാസ് തുടങ്ങുകയും ചെയ്തു. അത് എൻ്റെ ജീവിതത്തിൽ മറക്കാനൊക്കാത്ത വളരെ ഒരു കാര്യമാണ്, വലിയ കാര്യമാണ്. സ്റ്റീഫൻ സാറാണ് എനിക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നത്. സാറിനെ വളരെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. MG യൂണിവേഴ്സിറ്റിയിലെ കല്യാണരാമൻ സാറാണ് നമ്മുടെ ആൻ്റണി ജോസഫ് സാർ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, സാറ് പറയുന്ന ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ളവരെ നമ്മൾ ആശ്രയിക്കേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ സംശീകരിക്കാൻ പറ്റുന്ന, നമുക്ക് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് എന്നാണ് സാറ് തെളിയിക്കുന്നത്. ആ ഒരു നേട്ടത്തിൽ സാറിന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസകൾ അർപ്പിക്കുന്നു. QAC അതായത് നാക്കിൻ്റെ എക്സ്പേർട്ടാണ്, NIRFൻ്റെ എക്സ്പേർട്ടാണ്, നമ്മുടെ കരിക്കുലം ഡെവലപ്മെൻറ്റ് കാര്യത്തിൽ എക്സ്പേർട്ടാണ്, റിസർച്ച് ഗൈഡായിട്ട്, റിസർച്ച് അനാലിസിസിലാണ്. കോളേജിൻ്റെ ലൈബ്രറി വളരെ വലിയ ഒരു സപ്പോർട്ടായിട്ട് എല്ലായ്പ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. കോളേജിൽ വന്ന കാലം മുതൽ ലൈബ്രറിയുടെ പല സെക്ഷനുകളിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കാനും ഇതൊക്കെ വായിക്കാനുമുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. വലിയ ഒരു കളക്ഷനാണ്. പ്രത്യേകിച്ചും മലയാളം സാഹിത്യത്തിലെ ഒരുപാട് പുസ്തകങ്ങൾ, MD യുടെയും മുകുന്ദിൻ്റെയും ഒക്കെ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതെല്ലാം ഈ ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഞാൻ വായിച്ച് തീർത്ത പുസ്തകം അത് പോപ്പ് ഫ്രാൻസിസിൻ്റെ ജീവചരിത്രമാണ്.
യഥാർത്ഥത്തിൽ ജീവിതത്തിലൊരു വല്ലാത്ത ഒരു ആശങ്ക ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ് എന്നെനിക്ക് പറയാൻ സാധിക്കും. കാരണം ഇത്രയധികം മനുഷ്യ സ്നേഹിയായ ഒരു മനുഷ്യൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു നല്ല വൈദികനായിട്ട് ജീവിക്കാമായിരുന്നു വേണമെങ്കിൽ ഇത്തരം മഹാന്മാരായിട്ടുള്ള ആളുകൾ ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അവരെയൊക്കെ കുറേ കൂടി മുൻകാലത്ത് മനസ്സിലാക്കാനും വായിക്കാനും ഒക്കെ സാധിച്ചിരുന്നെങ്കിൽ എനിക്കും കുറേ കൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം മനുഷ്യ സമൂഹത്തിന് വേണ്ടി നന്മകൾ കുറേ കൂടി ചെയ്ത് ജീവിക്കാമായിരുന്നു എന്നുള്ള ഒരു വല്ലാത്ത ചിന്ത ഉണ്ടാക്കി തന്ന ഒരു പുസ്തകമാണ്. അതുപോലെ ഞാൻ ജനറലായിട്ടുള്ള പുസ്തകങ്ങൾ, അതുപോലെ തന്നെ ഡോക്യുമെൻ്ററികൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ധാരാളം വായിക്കുകയും അതുപോലെ തന്നെ ഫീച്ചർ ഫിലിമുകളൊക്കെ ധാരാളമായിട്ട് കാണുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. ഒക്കെ ഇപ്പോൾ പ്രധാനമായും ഒരു 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 മനസ്സിൻ്റെ ശാന്തതയ്ക്കും അറിവിനും ഒരു മെച്യൂരിറ്റി ഉണ്ടാകുന്നതിനും വേണ്ടിയൊക്കെ ഉള്ള തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെയാണ് വായിക്കുക. ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ റിസർച്ച് ചെയ്തിരിക്കുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നുള്ള വിഷയമാണ്. ആ വിഷയത്തിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഓഥർമാരും, അത് ജഗദീഷൻ സെയ്ത്ത് മുതൽ നമ്മുടെ അഹമ്മദാബാദിലെ കോശി സാർ വരെയുള്ള എല്ലാവരുടെയും പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒറിജിനൽ ബുക്കുകൾ ഈ കാലമായപ്പോഴേക്കും ഞാൻ ഇതുപോലെ മഹാന്മാരായ ആളുകളുടെ പുസ്തകങ്ങളുടെ ഒരു റെഫറൻസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വാങ്ങിക്കുകയും അതിനുശേഷം അത് വായിക്കുകയും ചെയ്യുന്ന ഒരു ശീലത്തിലേക്ക് ഞാൻ മാറി എന്നുള്ളതൊരു സത്യമാണ്. ഇതുപോലെ തന്നെ എനിക്ക് മാക്രോ എക്കണോമിക്സും മോണിറ്ററി എക്കണോമിക്സും വളരെ ഇഷ്ടമുള്ള മേഖലകളാണ്. രഘുറാം രാജനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള കുറേയധികം പുസ്തകങ്ങൾ, റീമോൾഡിങ് ഇന്ത്യ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റീമോൾഡിങ് ഇന്ത്യ എന്ന് പറയുന്ന ആ പുസ്തകം ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം നമ്മുടെ അറിവിൻ്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പുസ്തകമാണ്. യഥാർത്ഥത്തിൽ പുസ്തകം വായന എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം പുതിയ ഉപാധികളുണ്ടെങ്കിലും, അതായത് കേട്ട പുസ്തകങ്ങൾ, കഥകളും ഒക്കെ കേൾക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി എന്നെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളൊക്കെ ഉപരി പുസ്തകത്തിൻ്റെ മുന്നിലിരുന്ന് വായിക്കുന്നതാണ് ഏറ്റവും എനിക്ക് പ്രയോജനപ്പെടുക. കാരണം അത്രയും സമയം അത് മുഴുവൻ കോൺസെൻട്രേഷനിൽ അത് വായിക്കുകയും അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും അത് സാറ്റിസ്ഫാക്ഷൻ തരുന്നതിനുമൊക്കെ വളരെ വലിയ ഒരു സഹായം ചെയ്തിട്ടുണ്ട്. എൻ്റെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരുമൊക്കെ, അതായത് പ്രത്യേകിച്ച് ഞാൻ കേരള സർവകലാശാലയിലെ എസ് കെവിൻ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ ഒരു അധ്യാപകൻ്റെ കീഴിൽ MPhil പ്രോജക്റ്റ് ചെയ്ത ആളാണ്. അദ്ദേഹം എന്നോട് പല പുസ്തകങ്ങളും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഫിനാൻസിലെ ഒരു വലിയ എക്സ്പെർട്ടായിട്ടുള്ള ആളാണ്. അദ്ദേഹം കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ചും സെക്യൂരിറ്റി അനാലിസിസ്, അതുപോലെ ഡെറിവേറ്റീവ്സ്. ഇപ്പോൾ അദ്ദേഹം ഇക്കണോമെട്രിക്സിൽ ഒരു പുസ്തകം രചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞങ്ങൾ തമ്മിൽ കൂടുമ്പോഴേക്കും ഇത്തരം കാര്യങ്ങൾ, പുസ്തകങ്ങളെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതൊക്കെ വായിക്കുകയും അതിനെക്കുറിച്ചുള്ള ഒരു ആശയങ്ങൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ വലിയ സന്തോഷം കണ്ടെത്തുന്ന ആളുകളാണ്. അതുപോലെ എൻ്റെ PhD ഗൈഡിങ് ടീച്ചറായിട്ടുള്ള ഗബ്രിയൽ സൈമൺ തട്ടിൽ, അദ്ദേഹത്തിനെ വായിക്കാൻ ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ കൂടി ഏറ്റവും പുത്തനായി ഇറങ്ങുന്ന പുസ്തകങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അതൊക്കെ ഇന്ന പുസ്തകങ്ങൾ വായിക്കണമെന്ന് എന്നോട് സജസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള അധ്യാപകനാണ്. ഇത് വളരെ വലിയ അക്കാഡമിഷ്യൻസ് ആണെങ്കിൽ കൂടി ഇത്തരം ആളുകളൊക്കെ നമ്മുടെ ഒരു വായനയുടെയും അറിവിൻ്റെയും ഒക്കെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇവരൊക്കെ ഈ പുസ്തകങ്ങളൊക്കെ തന്ന ഒരു അറിവും, അതുപോലെ തന്നെ നമ്മളെക്കുറിച്ചുള്ള തിരിച്ചറിവും, നമ്മൾ മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ, അവരുമായി ഇടപെടുമ്പോൾ, അവരുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴൊക്കെ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ പുസ്തകങ്ങളൊക്കെ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആദ്യമായി ഒരു അധ്യാപകനായി പഠിപ്പിച്ചു തുടങ്ങിയത് മല്ലപ്പള്ളിയിലുള്ള ഒരു പാരൽ കോളേജിലാണ്. അവിടെ 2 വർഷം അധ്യാപകനായിരുന്നതിന് ശേഷം തിരുവല്ലയിലുള്ള മർത്തോമ അക്കാഡമി എന്ന വിദ്യാലയത്തിലേക്ക് ഞാൻ മാറി. അങ്ങോട്ടേക്ക് മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മർത്തോമ അക്കാഡമിയിലെ
M.Com ക്ലാസ്സുകളുണ്ടായിരുന്നു. എന്നാൽ മല്ലപ്പള്ളിയിൽ B.Com വരെയുള്ള ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. M.Com-ന് പഠിപ്പിക്കുക എന്നുള്ള ഒരു ആഗ്രഹം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ മർത്തോമ അക്കാഡമിയിലേക്ക് ഞാൻ വന്നത്. മർത്തോമ അക്കാഡമിയിൽ വന്നപ്പോൾ ആ വിദ്യാർത്ഥികൾ ശരിക്കും എന്നെ വല്ലാതെ ആകർഷിച്ചു. ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണെങ്കിൽ കൂടി വളരെ അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള, കാര്യങ്ങൾ പഠിക്കണം എന്ന ആഗ്രഹമുള്ള ഒരുപാട് വിദ്യാർത്ഥികളെ, കഴിവുള്ള വിദ്യാർത്ഥികളെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അവിടെ പഠിപ്പിച്ചിരുന്ന വിദ്യാർത്ഥികളൊക്കെയും അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഉപരിയായി മറ്റു പല ജനറലായിട്ടുള്ള കാര്യങ്ങളും, സബ്ജക്റ്റിൽ തന്നെ വളരെ അവഗാഹം വേണ്ട, ഒരുപാട് സമയമെടുത്ത് പഠിക്കേണ്ടതായ പല കാര്യങ്ങളും പലപ്പോഴും അവരെന്നോട് ചോദ്യങ്ങളായി ചോദിച്ചു. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, വളരെ എമർജിങ് ആയിട്ടുള്ള പല ടോപ്പിക്കുകളും വായിക്കുക, അത് മനസ്സിലാക്കുക, അതിൻ്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹാബിറ്റായിട്ട് അവിടെ തൊട്ട് തുടങ്ങി. അതിനുശേഷം SBയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് മർത്തോമ അക്കാഡമിയിൽ കണ്ടതിനേക്കാളും വളരെ വ്യത്യസ്തരായ, അവരെക്കാൾ വളരെയധികം അംബീഷ്യസായ, വളരെയധികം വിജ്ഞാനദാഹികളായ കുറേയധികം വിദ്യാർത്ഥികളെ ഞാൻ കണ്ടു. ഈ വിദ്യാർത്ഥികളൊക്കെ എപ്പോഴും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായം എനിക്ക് ആണ് എന്നുള്ളതിൻ്റെ ഒരു കാരണം കൊണ്ടാകാം ഒരു പക്ഷേ അവർ പലപ്പോഴും പല വിഷയങ്ങളിലും എന്നോട് സംശയം ചോദിക്കാനും ഡിസ്കഷൻസ് നടത്താനും അവരുടെ കരിയർ പ്ലാനിങ് നടത്താനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളോട് നമുക്ക് സംസാരിക്കണമെങ്കിൽ വളരെ വലിയ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം. അവരൊക്കെ സംസാരിച്ചിരുന്നത് ടെക്സ്റ്റ് ബുക്കുകളെക്കുറിച്ചല്ല, ലോകത്തിലെ അതാത് സമയങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും സംസാരിച്ചിരുന്നത്. നമുക്കറിയാം 1992 കാലഘട്ടത്തിലൊക്കെയാണ് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ലിബറലൈസേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അതിനുശേഷം 95, 96, 97 ഈ വർഷങ്ങളിലൊക്കെ ഈ ലിബറലൈസേഷൻ്റെ ഒരു പ്രോഗ്രസ് വളരെ കാര്യമായ രീതിയിൽ ഒരു ഫാസ്റ്റർ പേസിൽ നമുക്ക് ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ പുതിയ ഒരുപാട് വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരികയാണ്. അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ എന്നെ കൂടി പലപ്പോഴും അവരുടെ ക്ലാസ് സമയത്തിന് ശേഷമുള്ള ചർച്ചകളിലൊക്കെ ഉൾപ്പെടുത്തുകയും അതിൽ നമ്മുടേതായ നമ്മൾ പറയുന്ന വാക്കുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവരെ വളരെ ശ്രദ്ധാപൂർവം ഇരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള, വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല വിവരങ്ങളും ശേഖരിക്കുകയും അത് പഠിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായി വിദ്യാർത്ഥികളോട് സംസാരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ ഒരു വലിയ പ്രശ്നമായി ഞാൻ കണക്കാക്കി. കാരണം ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ക്ലാസ് റൂമിന് പുറത്ത് വെച്ച് വിദ്യാർത്ഥി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എപ്പോഴും ഉത്തരം പറയാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. ആ സമയത്ത് അറിയത്തില്ല എങ്കിൽ കൂടി, അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലെങ്കിൽ കൂടി പിന്നീടാണെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തി നമ്മുടെ വശം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു 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 ബാധ്യത നമുക്കുണ്ട് എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ എല്ലായ്പ്പോഴും തുടർ ചോദ്യങ്ങളുമായി എൻ്റെ പിന്നാലെ വന്നിരുന്നു. അവരുമായി പലപ്പോഴും ഈ ചർച്ചകളും സംവാദങ്ങളിലുമൊക്കെ ഏർപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും ഈ കോളേജിലെ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന വിദ്യാർത്ഥികൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ TCSലെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യുന്ന ഒരു ടോം ഉണ്ട്, തൊടുപുഴക്കാരനാണ്. അദ്ദേഹം ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് വന്ന ആളാണ്. കൊമേഴ്സുമായോ ഫിനാൻസുമായോ ഇക്കണോമിക്സുമായോ ബന്ധപ്പെട്ട വിഷയങ്ങളിലൊന്നും കാര്യമായ ഒരു ധാരണ അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങളും ചോദിക്കുകയും അതിനൊക്കെ ഉത്തരം കൊടുക്കുകയും ചെയ്യാൻ എനിക്ക് വളരെ അപൂർവമായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി വിദ്യാർത്ഥികൾ നമ്മളോട് സംവദിക്കുകയും ഈവൻ കൊമേഴ്സ് അല്ലാത്ത വിദ്യാർത്ഥികൾ കൂടി 4 മണിക്ക് ശേഷം പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അവിടെ കൂടുകയും അതൊക്കെ എൻജോയ് ചെയ്യുന്നത് അനുഭവിക്കുന്നത് ഒരു വല്ലാത്ത ഒരു ഉത്തേജകമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലത്ത് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ ചർച്ചകളും നമുക്ക് ശ്രദ്ധിക്കാനും എല്ലാ പബ്ലിക്കേഷൻസും വായിക്കാനുമുള്ള വല്ലാത്ത ഒരു അഭിനിവേശം എന്നിൽ സൃഷ്ടിച്ചത് അത്തരം വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളെയൊക്കെ വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഓർക്കാം. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആണ് NSS ഹൈസ്കൂളിൻ്റെ ഫുട്ബോൾ ടീമിലേക്ക് മെമ്പറായിട്ട് ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഞങ്ങൾ കോട്ടയം ജില്ല ഇൻ്റർ സ്കൂൾ ടൂർണമെൻറ്റുമൊക്കെ ആ കാലത്ത് കളിച്ചിട്ടുണ്ട്.
അതിനുശേഷം 10ാം ക്ലാസ്സിലെ വേനൽ അവധിക്കാലത്ത് ഞങ്ങളുടെ താമസിക്കുന്നതിനടുത്തുള്ള ചെറിയ ഒരു ക്ലബ്ബുണ്ടായിരുന്നു. സുഹൃത്തുക്കളെല്ലാം ചേർന്ന്, പ്രത്യേകിച്ച് അതിന് കെട്ടിടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഒരു പേര് മാത്രം ഉണ്ടായിരുന്നു ക്ലബ്ബ് ആയിട്ട്. ഞങ്ങളുടെ ഫുട്ബോൾ ടീം ഈ പ്രദേശത്തുള്ള മിക്കവാറും എല്ലാ കുട്ടികളുടെ ടീമുകളുമായി മത്സരിക്കാറുണ്ടായിരുന്നു. അന്നൊക്കെ ശരിക്കും പന്തയത്തിന് 5 രൂപയ്ക്കും 10 രൂപയൊക്കെ പന്തയം വെച്ചിട്ടാണ് കളിയാണ്. അപ്പോൾ അങ്ങനെ പന്തയം വെച്ച് കളി നടക്കുന്ന സമയത്ത് ചങ്ങനാശ്ശേരിയിലെ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് എന്ന് പറയുന്ന വളരെ പ്രമുഖരായ ഫുട്ബോൾ ടീമിൻ്റെ ഒരു ജൂനിയർ ടീമുമായി കളിക്കാനുള്ള ഒരു അവസരമുണ്ടായി. അത് NSS ഹിന്ദു കോളേജിൻ്റെ വലിയ ഗ്രൗണ്ടിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിൻ്റെ ജൂനിയർ ടീമും ഞങ്ങളുടെ ലോക്കൽ ടീമും തമ്മിലൊരു മത്സരം നടന്നു. ഈ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിൻ്റെ അന്നത്തെ ടീമിൽ കളിച്ചിരുന്ന ആളുകളൊക്കെ പിന്നീട് കേരളത്തിൻ്റേതെന്നല്ല, ഇന്ത്യയുടെ തന്നെ ടീമിൽ വരികയും വളരെ പ്രശസ്തരാകുകയും ചെയ്ത ആളുകളാണ്. PS ഹഷീം, അതുപോലെ ഫഹാദ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളുകൾ. PS ഹഷീം സന്തോഷ് ട്രോഫി 2 തവണ കളിക്കുകയും 2 തവണ സന്തോഷ് ട്രോഫി വിൻ ചെയ്ത ടീമിൻ്റെ ഭാഗമാവുകയും ഫൈനലിൽ ഗോളടിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അങ്ങനെയുള്ള പ്രഗത്ഭരായ കളിക്കാരെ ചെറുതായിരുന്നപ്പോൾ ഞങ്ങളുമായി മത്സരിക്കുകയും ആ മത്സരത്തിൽ ഞങ്ങൾ ആ ടീമിനെ 3 ഗോളിന് പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ മത്സരത്തിന് ശേഷം പിറ്റേ ദിവസം എൻ്റെ വീട്ടിലേക്ക് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിൻ്റെ കോച്ച് 2 ആൾക്കാരെ പറഞ്ഞു വിട്ടു. ഷാജി എന്നാണ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, കോച്ചിൻ്റെ. ഈ 2 ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, പുതുർപ്പള്ളിയിൽ കളിക്കാൻ വരണം. അങ്ങനെ ഞാനും ചങ്ങനാശ്ശേരി മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിൻ്റെ ഭാഗമായി. ഈ ചങ്ങനാശ്ശേരി മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് എന്ന് പറയുന്നത് സെവൻസ് ഫുട്ബോളിലെ കേരളത്തിലെ തന്നെ അധികാരിയുടെ ഒരു ടീമായിരുന്നു. അതിൻ്റെ കോച്ചും മാനേജറും ഒക്കെ ആയിട്ടിരുന്നത്, കളിക്കാരനും ഒക്കെ ആയിട്ടിരുന്നത് മുഹമ്മദ് ഷാജി എന്ന് പറയുന്ന, ഞങ്ങൾ ഷാജി അണ്ണൻ എന്ന് വിളിച്ചിരുന്ന ആളാണ്. അദ്ദേഹം മരിച്ചുപോയി. അതുപോലെ തന്നെ ആ ടീമിലെ എമർജിംഗ് ഫുട്ബോളർ ഓഫ് ഇന്ത്യ ഗോൾഡ് മെഡൽ 2 തവണ നേടിയ ഷെറീഫ് എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിക്കാരനും ആ ടീമിൻ്റെ സ്റ്റാർ സ്ട്രൈക്കറായിരുന്നു. അദ്ദേഹം ഇന്നും ചങ്ങനാശ്ശേരിയിലുണ്ട്. വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ പ്രായോഗികമായ കുറേയധികം നിർദ്ദേശങ്ങൾ ഒരു കളിക്കാരൻ എന്നുള്ള നിലയിൽ തന്നിട്ടുള്ള ആളാണ്. ഈ ടീമിൻ്റെ കൂടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ടൂർണമെൻറ്റുകൾ കളിക്കുകയും ഈ കളിക്കാൻ പോകുമ്പോഴൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കളിക്കാരുമായി പരിചയപ്പെടാനും അവരുടെ കൂടെ കളിക്കാനും അവർക്കെതിരെ കളിക്കാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെയാണ് പലപ്പോഴും ചില മത്സരങ്ങളിലൊക്കെ, വളരെ കടുപ്പമേറിയ ചില മത്സരങ്ങളൊക്കെ വരുമ്പോഴേക്കും ഞങ്ങളുടെ കൂടെ കളിക്കുന്നതിന് വേണ്ടി പിന്നീട് ഇന്ത്യൻ ഗോൾ കീപ്പറായി തീർന്ന KT ചാക്കോ, കേരള പോലീസിൻ്റെ ഡിഫൻഡറായിരുന്ന അലക്സ് അബ്രഹാം, ഇങ്ങനെയുള്ള പ്രമുഖ താരങ്ങളൊക്കെ ഞങ്ങളോടൊപ്പം ചേരുമായിരുന്നു. വലിയ ഒരു അനുഭവമാണ് ഈ ഫുട്ബോൾ ഫീൽഡിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി NSS ഹിന്ദു കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ മുതൽ MCOM ഫിനിഷ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ വർഷങ്ങളിലും NSS ഹിന്ദു കോളേജിൻ്റെ ഫുട്ബോൾ ടീമിൽ കളിക്കാനുള്ള വലിയ ഭാഗ്യം എനിക്കുണ്ടായി. 2 വർഷം കോളേജ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. 2 വർഷവും ചങ്ങനാശ്ശേരിയിലെ എന്നല്ല, കേരളത്തിലെ തന്നെ ഇൻ്റർ കോളേജ് ഫുട്ബോൾ ടൂർണമെൻറ്റുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിൽ നടത്തിയിരുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഞങ്ങൾ ഫൈനൽ വന്നു. മർത്തോമ ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഞങ്ങൾ സെമി ഫൈനലിൽ 2 വർഷം തുടർച്ചയായിട്ട് വന്നു. ഇങ്ങനെ നല്ല ഒരു ടീം NSS ഹിന്ദു കോളേജിലുമുണ്ടായിരുന്നു. ആ ടീമിനോടൊപ്പം കളിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിരുന്നു. NSS ഹിന്ദു കോളേജിൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറായിരുന്ന KRK മേനോൻ സാറിനെ ഓർക്കുകയാണ്. അദ്ദേഹം മരിച്ചുപോയി. ആ കാലത്ത് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കോളേജിൻ്റെ ഷട്ടിൽ ബാഡ്മിൻ്റൺ ടീമിൽ കളിച്ചിരുന്ന 2 ആൾക്കാരെയും ഞങ്ങൾ ഓർക്കുകയാണ്. ഒന്ന് ജിജി, ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള ആൾ, അദ്ദേഹം ബിസിനസ്സുകാരനാണ്. SB കോളേജിൻ്റെ പല പ്രധാനപ്പെട്ട കമ്മിറ്റികളിലും അദ്ദേഹം അംഗമാണ്. വളരെ സജീവമായിട്ട് ഉണ്ട്. ചങ്ങനാശ്ശേരി ക്ലബിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ്. അതുപോലെ തന്നെ NSS ഹിന്ദു കോളേജിൻ്റെ B.Ed ട്രെയിനിങ് കോളേജിൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറായിട്ടുള്ള മനോജ്, അവരും നല്ല ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കാരായിരുന്നു അദ്ദേഹവും.
അങ്ങനെ അവരുടെ കളി കാണുന്നതിനും ഒക്കെ വേണ്ടി നമ്മൾ എവിടെയൊക്കെ കളികളുണ്ടോ അവിടെയൊക്കെ അവരുടെ കൂടെ പോയിരുന്നു. ഞങ്ങളുടെ കളി ഉള്ളപ്പോഴൊക്കെയും അവരും ഞങ്ങളുടെ കൂടെയൊക്കെ വന്നിരുന്നു. അതിനുശേഷം എനിക്ക് മഹാത്മാഗാന്ധി സർവകലാശാല ഫുട്ബോൾ ടീമിൽ അംഗമാകാനുള്ള വലിയ ഭാഗ്യം. ഒരു ഫസ്റ്റ് ഇയർ ഡിഗ്രി മുതൽ തന്നെ മഹാത്മാഗാന്ധി സർവകലാശാല നടത്തുന്ന എല്ലാ സമ്മർ കോച്ചിങ് ക്യാമ്പുകളിലും ഫുട്ബോൾ ക്യാമ്പുകളിലും പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും എല്ലാ വർഷങ്ങളിലെയും വെക്കേഷൻ ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഫുട്ബോൾ ക്യാമ്പുകളിലായിരിക്കും. പ്രത്യേകിച്ചും അക്കാലത്തൊക്കെ സമ്മർ കോച്ചിങ് ക്യാമ്പ് നടക്കുന്നത് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിൽ, ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിലായിരുന്നു. ആ ഗ്രൗണ്ടിൽ ഒരുപാട് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്ന കൊച്ചിൻ സാൻഡോസ് എന്ന് പറയുന്ന ക്ലബ്ബ്, റൂഫസ് അങ്കിൾ എന്ന് പറയുന്ന കോച്ച്, ഇവരെയൊക്കെ ഇപ്പോഴും വലിയ കാര്യമായിട്ട് ഓർക്കുകയാണ്. ആ ഗ്രൗണ്ടിൽ കളിച്ചിരുന്ന ആളാണ് ജേക്കബ് എന്ന് പറയുന്ന, ഞങ്ങൾ അജി എന്ന പേര് വിളിക്കുന്ന ഫുട്ബോളർ. MG യൂണിവേഴ്സിറ്റി ടീമിൽ എന്നോടൊപ്പം കളിച്ച ആളാണ്. അദ്ദേഹം ഇന്ത്യൻ റെയിൽവേസ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഇപ്പോൾ കൊച്ചിയിൽ അദ്ദേഹം ഉണ്ട്. ഇങ്ങനെ ധാരാളം ആളുകളെ, ചില പ്രധാനപ്പെട്ട ഓർമ്മകൾ എടുക്കുകയാണെങ്കിൽ, കളിയുമായി ബന്ധപ്പെട്ട ഓർമ്മകളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മഹാത്മാഗാന്ധി സർവകലാശാല ടീം ഒരു പ്രാക്ടീസ് മാച്ചിന് ഇന്ത്യൻ നേവി ടീമുമായി കളിച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഞങ്ങളുടെ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന നാസർ, ആലുവ UC കോളേജിൽ പഠിച്ചിരുന്ന നാസർ അന്ന് പരുക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ടീമിലെ സീനിയർ കളിക്കാരൻ എന്നുള്ള നിലയിൽ എന്നോട് ആ ടീമിൻ്റെ ക്യാപ്റ്റൻസി എടുക്കാൻ ആ ദിവസം പറഞ്ഞു. ഞങ്ങൾ ഇന്ത്യൻ നേവൽ ടീമിനെ 4 ഗോളുകൾ പരാജയപ്പെടുത്തി. അതുപോലെ തന്നെ FACTയുമായി ആ സമയത്തുണ്ടായിരുന്ന FACT ടീമുമായി ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. അതുപോലെ കൊച്ചിൻ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസുമായി കളിച്ചിട്ടുണ്ട്. ഇതെല്ലാം വലിയ അനുഭവ പരിചയമാണ്. ഇതൊക്കെയും എനിക്ക് മികച്ചതായിട്ട് തോന്നുന്നത് ചങ്ങനാശ്ശേരിയിൽ നമുക്ക് ഒരു സ്റ്റേറ്റ് ക്ലബ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന കൗമുദി ട്രോഫിയുടെ ഒരു ടൂർണമെൻറ്റ് ചങ്ങനാശ്ശേരിയിൽ നടക്കുകയുണ്ടായി. ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിലെ ലീഗ് ജേതാക്കൾ എന്നുള്ള നിലയിൽ ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ടീമിൽ ഞാനും അന്ന് ഉണ്ടായിരുന്നു. ഷാജി അണ്ണൻ ക്യാപ്റ്റനായിട്ടുള്ള ടീമിൽ ചങ്ങനാശ്ശേരിയിലെ പ്രധാനപ്പെട്ട എല്ലാ കളിക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടീം ആദ്യത്തെ മത്സരത്തിൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിനെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. അതിനുശേഷം ക്വാർട്ടർ ഫൈനലിൽ കേരള പോലീസുമായിട്ടാണ് കളിച്ചത്. VP സത്യൻ, അതുപോലെ തന്നെ IM വിജയൻ, ഇങ്ങനെ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന മഹാന്മാരായ കളിക്കാർ ഒക്കെ ഉൾപ്പെടുന്ന, ആ സമയത്ത് ഫെഡറേഷൻ കപ്പ് വിന്നേഴ്സാണ് കേരള പോലീസ്. ആ ടീമുമായിട്ട് കളിക്കാനുള്ള വലിയൊരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. ഒന്നാമത്തെ ഹാഫ് ഗോൾലെസ് ഡ്രോയിൽ പിടിക്കുകയും രണ്ടാമത്തെ ഹാഫിൽ 2 ഗോളുകൾ ഞങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു. പരാജയപ്പെട്ടെങ്കിൽ കൂടി അത്രയും വലിയ ഒരു ടീമിനോട് കളിക്കാൻ കുരുക്കേശ് മാത്യുവും അതുപോലെ തന്നെ അലക്സ് എബ്രഹാമും ഒക്കെ കളിക്കുന്ന ടീമാണ്. CV പാപ്പച്ചൻ, ഇങ്ങനെയുള്ള വമ്പന്മാരായിട്ടുള്ള ആൾക്കാർ കളിക്കുന്ന ടീമിനെതിരെ കളിക്കാനുള്ള ഭാഗ്യം, അത് കളിയുടെ ഓർമ്മകളിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് ശരിക്കും ഫുട്ബോളിനോടൊരു വല്ലാത്ത പ്രണയമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ആദ്യം കോളേജ് വന്നപ്പോൾ സാറിനെ കുറിച്ചറിഞ്ഞ സാർ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആണെന്നുള്ളത്. നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് കൗതുകം തരുന്ന കാര്യങ്ങൾ ഇങ്ങനെ കായികപരമായിട്ടോ അല്ലെങ്കിൽ കലാപരമായിട്ടോ കഴിവുള്ള വ്യക്തികളിലേക്ക് സാധാരണ നമുക്ക് അവരുടെ ആ ഒരു എന്താ പറയുന്നത്, അവരങ്ങനെയൊക്കെ ആണെന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഫുട്ബോൾ സാറിന് ഒരുപാട് ഇഷ്ടമുള്ളതാണ്, മേഖലയാണ്. സാർ ഒരുപാട് ഫുട്ബോൾ കളിക്കണം ഇനിയും മുന്നോട്ടേക്ക്. പിന്നെ അതുപോലെ കുട്ടികൾക്ക് കുറേ ഫുട്ബോൾ കോച്ചിങ് കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ് സാർ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം സാറിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. എത്രത്തോളം ഉന്നതനാണോ അത്രത്തോളം വിനീതനാവുക എന്ന ബൈബിൾ വാക്യം സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സിമ്പിൾ, ഹംപിൾ, ഡൗൺ ടു എർത്തായി ജീവിച്ച ഞങ്ങൾക്ക് മാതൃകയായ ഒരു അധ്യാപകനാണ് ആന്റണി ജോസഫ് സർ. അധ്യാപനം എന്ന് പറയുന്നത് വെറും ഒരു ടീച്ചിങ് പ്രൊഫഷൻ മാത്രമല്ല, അത് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു ഡിവൈൻ പ്രോസസ് ആണ് എന്നുകൂടെ പറഞ്ഞു തന്ന ഒരു അധ്യാപകൻ. അധ്യാപനത്തിൽ മാത്രമല്ല, ഈവൻ സാർ നമ്മുടെ കോളേജിലെ സ്പോർട്സ് ആക്ടിവിറ്റീസിലും ടീച്ചേഴ്സിന്റെ ഗെയിംസിലും സാറിന്റെ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് കണ്ടിട്ടാണ് കോളേജിലെ സ്പോർട്സിൽ, ഈവൻ ഒരു ബോയ്സ് കോളേജ് ആണെങ്കിലും PG ഗേൾസിനും PGയിൽ പഠിക്കുന്ന ഗേൾസിനും അതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞ് പറ്റുന്ന ഇവന്റ്സിലൊക്കെ ഞങ്ങളും ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുള്ളത്. എനിക്ക് സ്പോർട്സിൽ അതുപോലെ തന്നെ ഒരുപാട് താല്പര്യങ്ങളുള്ള ഒരു കഴിവുള്ള മേഖലകളുണ്ടായിരുന്നു. എനിക്ക് ഒരു പരിധിവരെ പറഞ്ഞാൽ ഒരു നല്ല അത്ലറ്റ് ആകാനുള്ള എല്ലാ ഇതും ഉണ്ടായിരുന്നു. ഞാൻ ലോങ് ജമ്പ് വളരെ നന്നായി ചെയ്യുമായിരുന്നു.
മൂന്നാം വർഷ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളേജിൻ്റെ ആനുവൽ സ്പോർട്സ് ഡേയിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി 7.4 മീറ്ററാണ് ഞാൻ ലോങ് ജമ്പ് ചാടിയത്. ഇന്ത്യയിൽ 8 മീറ്ററിന് അപ്പുറത്തേക്ക് ലോങ് ജമ്പ് ചാടുന്ന ഒരാൾ പോലും ഇല്ലാത്ത ഒരു കാലത്താണ് 7.4 മീറ്റർ ലോങ് ജമ്പ് ചാടിയത്. ഇപ്പോൾ ഈ വർഷം ഓൾ ഇന്ത്യ ഇൻ്റർ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് എൻ്റെ അറിവനുസരിച്ച് ലോങ് ജമ്പിൻ്റെ ഗോൾഡ് മെഡൽ കിട്ടിയ ആൾക്ക് 7.5 മീറ്ററോ മറ്റാണ്. പക്ഷേ അന്ന് ഫുട്ബോളിനോടുള്ള അമിതമായ ഒരു താല്പര്യം കൊണ്ട്, പ്രണയം കൊണ്ട് മറ്റുള്ളതിലൊന്നും തന്നെ ശ്രദ്ധിക്കാനോ അതിലുള്ള അവസരങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നും സാധിച്ചില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു തരാൻ യഥാർത്ഥത്തിൽ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പോർട്സ് എന്ന് പറയുന്നത് എപ്പോഴും കളികൾ ഇപ്പോഴും വലിയ കാര്യമാണ്. കളിയെ ഇപ്പോഴും വളരെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാനൊരു പ്രൊഫസറായി എന്ന് പറയുമ്പോഴുണ്ടാകുന്ന അഭിമാനത്തേക്കാൾ വലുതാണ് ഞാനൊരു MG യൂണിവേഴ്സിറ്റി ഫുട്ബോളറാണ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മകനും കളിക്കാൻ പോകുമ്പോൾ ഒരു തരത്തിലുള്ള എതിർപ്പ് ഞാൻ പറയാറില്ല. പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കളിക്കാരായിരിക്കുന്ന ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കളിയുടെ കൂട്ടത്തിൽ പഠനം കൂടി കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മിടുക്കരാകാൻ സാധിക്കും എന്നുള്ളതാണ്. കളിക്കാരും യഥാർത്ഥത്തിൽ ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പുറകിലുള്ളവരല്ല. പക്ഷേ പലപ്പോഴും പല കളിക്കാരും അവർക്കുള്ള ബുദ്ധി തിരിച്ചറിയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം മാത്രമേ ഉള്ളൂ. തിരിച്ചറിഞ്ഞാൽ സ്പോർട്സ്മാൻമാരുടെ ഒപ്പം നിൽക്കാനായിട്ട് അല്ലാതെ ഉള്ള ആളുകൾക്ക് സാധിക്കില്ല എന്നുള്ള സത്യം കൂടിയുണ്ട്. ഈ പാട്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആന്റണി സാറിനായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. हम नहीं तोड़ेंगे तोड़ेंगे हम नगर तेरे साथ ना तोड़ेंगे ए दोस्ती हम नहीं तोड़ेंगे तोड़ेंगे हम नगर तेरा साथ ना छोड़ेंगे